Hey guys, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഒരു മൈക്ക് അഡാപ്റ്ററിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഗോപ്രോയുടെ മൈക്ക് അഡാപ്റ്ററാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളുടെ വോയിസ് വളരെയധികം വളരെയധികം വൃത്തികേടായിരുന്നു. കാരണം ഒരു അഡാപ്റ്ററില്ലാതെ നമ്മൾ അഡീഷണൽ ഒരു മൈക്ക് വെച്ച് അത് ഫോണിലേക്ക് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഈ ഒരു വീഡിയോ ആയിട്ട് മാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു വീഡിയോ ഔട്ട് എടുത്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഒരു ഓഡിയോയുടെ ഔട്ട് എടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പുതിയൊരു മൈക്ക് അഡാപ്റ്റർ വാങ്ങിയിട്ടുണ്ട്. മൈക്കും വാങ്ങിയിട്ടുണ്ട്. മൈക്ക് പക്ഷേ അത്ര ക്വാളിറ്റിയുടെ മൈക്കൊന്നുമില്ല, ഒരു ആവറേജ് ആണ്. പക്ഷെ നമ്മുടെ ഒരു ഉപയോഗം നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു മൈക്കിൻ്റെയും മൈക്ക് അഡാപ്റ്ററിൻ്റെയും ഒരു ചെറിയൊരു റിവ്യൂ ആണ്. ചെറിയൊരു റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല, നമുക്കിതൊരു വ്ളോഗായിട്ടാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ മൈക്ക് അഡാപ്റ്ററിൻ്റെയും മൈക്കിൻ്റെയും ഒരു വ്ളോഗ് നിങ്ങൾ കണ്ടിട്ട് വാ, അതിനുശേഷം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, പഴയ ബസ് സ്റ്റാൻഡിൻ്റെ ബാക്കിൽ ആയിട്ടാണ് ഇത് വരുന്നത്. വീഡിയോ ലിങ്ക് തുറന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൻ്റെ മുകളിലത്തെ നിലയിലാണ് കട. സംഭവം ചെറിയൊരു കടയാണ്, പക്ഷേ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്യാമറ ആക്സസറീസ് എന്ത് ലൊടുങ്ങുന്ന സാധനങ്ങൾ വേണമെങ്കിലും ഇവിടെ വന്നാൽ മതി, നിങ്ങൾക്ക് ആ സാധനങ്ങൾ മുഴുവനും കിട്ടും. ഇത് കറക്റ്റ് ലൊക്കേഷൻ പറയുന്നത് നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ ബാക്കിൽ പിന്നിലായിട്ട് വരും. നമ്മുടെ കോളേജ് ഓഫ് കൊമേഴ്സിലേക്ക് ഇറങ്ങുന്ന വഴി, അതുവഴി ഇറങ്ങിയിട്ട് റൈറ്റിലേക്ക് ചെറിയൊരു പോക്കറ്റ് റോഡ് എടുത്തിട്ട് ചെറിയ റോഡ്, ആ റോഡ് വഴി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇവിടെ എത്തും. ഓപ്പൺ ആണ്, തുറന്നിട്ടുണ്ട് എന്തായാലും. ഗോപ്രോൻ്റെ മൈക്ക് അഡാപ്റ്റർ അല്ലേ, എത്ര റേറ്റ് വരുന്നു? ഓക്കെ, ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ വന്നാൽ മതി. ഇത് ഗോപ്രോയുടെ പ്രീമിയം ക്വാളിറ്റി സാധനങ്ങളാണ്. ബാറ്ററി, ചാർജർ, ഹബ്ബ്, നമ്മുടെ ചെസ്റ്റ് മൗണ്ട്, അതുപോലെ സൂപ്പർ സൂട്ട് തുടങ്ങിയ എല്ലാ സാധനങ്ങളുണ്ട്. എല്ലാം പക്ക ഒറിജിനലാണ്. ഇവിടെ ഗോപ്രോയുടെ ലെവലർ മൈക്കുണ്ട്, 5000 രൂപ ഇങ്ങനത്തെ വന്നിട്ടുണ്ട് വില വരുന്നത്. അപ്പോൾ അത്രയും നമ്മൾ പോകുന്നില്ല, കുറഞ്ഞു വരണം നോക്കണം. ഓക്കെ, പിന്നെ മൈക്ക് ഒന്ന് കാണിക്കും. 4500 MRP, 4200. ഓക്കെ, ഇത് പോയാലേ. ഇത് മറ്റേ മൈക്കല്ലേ, വലുതല്ലേ? അതെ, ഇത് വലുതാണ്. ഇത് ഒരുപാട് നീട്ടം വരുന്ന മൈക്കാണ്. ഇതെല്ലാം ചെറുത് മതി, ഷോർട്ട് മതി. ലെവൽ ഒരുപാട് നീളം വരാതെ മൈക്കില്ല. ഇതിലെ തന്നെ കണ്ടിട്ട് ഹെൽമെറ്റ് സെറ്റ് ചെയ്യണം. ആ മോഡൽ അത് കൂടിയതാണ്, അതിൻ്റെ കുറഞ്ഞതല്ല. മറ്റേത് അത് റോഡിൻ്റെ അല്ലേ. ഇതിലെത്ര വരുന്നുണ്ട്? 5% വരുന്നല്ലേ, 6 വരുന്നുണ്ട്. DSLR, ലെൻസ്, കാര്യങ്ങൾ എല്ലാം ക്യാമറയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്ഥലം. ഇതാണ് ഇവിടുത്തെ വില കിട്ടിയത്. 18 ഉണ്ടല്ലേ, 35 MRP. ശരി ശരി, ഞാൻ മറ്റേ ബാറ്ററിൻ്റെ കാര്യം ഞാൻ ചോദിച്ചിട്ട് നോക്കട്ടെ, പറയാം. അടിപൊളി. ശരി ശരി, ഞാൻ പറയാം, ഞാൻ നോക്കട്ടെ. മൈക്ക് ഇതിന് 6000 രൂപ വരും, ഇതിന് 8 രൂപ അങ്ങനെ വരും. കുറഞ്ഞതിന്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ലെങ്ത് കൂടുതലുള്ള ടൈപ്പ് തന്നെയാണ്. കുറഞ്ഞതൊരു ടൈപ്പ് ഉണ്ടായിരുന്നല്ലോ, ഞാൻ മുന്നേ വന്നപ്പോൾ ഉണ്ടായിരുന്നു. ഞാൻ ഈ ക്യാമറ ഇടുന്ന അങ്ങനെ ആ സമയത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഇതും ഡിജിറ്റൊക്കെ ഇതും കുറച്ച് ലെങ്ത് വരുന്നുണ്ട്. ഇത് ലെങ്ത് വരുന്ന അഡാപ്റ്റർ വരുന്ന ടൈപ്പല്ലേ. ഇത് സീൽഡാ ബോക്സ്, ഓപ്പൺ ചെയ്യാനോ അല്ലേ? പിന്നെ എന്തായാലും ഒന്ന് അത് അഡാപ്റ്റർ വന്നേ. നമ്മുടെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് നമ്മുടെ ഇവിടെ ഇറങ്ങാണ്. അതെ, സാനിറ്റൈസർ വെച്ചിട്ടുണ്ട്. സാനിറ്റൈസർ യൂസ് ചെയ്യുക, പിന്നെ കഴിയുന്നതും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഇവരുടെ കാർഡ്. ഈ കാർഡിൻ്റെ ഒരു ഫോട്ടോ ഞാൻ സ്ക്രീനിലിടാം. ഓക്കെ, ഇതിനകത്ത് ഇവരുടെ ഫോൺ നമ്പർ, ഡീറ്റെയിൽസ്, മെയിൽ ഐ ഡി എല്ലാം ഉണ്ട്. ഇതിപ്പോൾ ഓൺലൈൻ ഷോപ്പും കാര്യങ്ങളൊക്കെയാണ്.
നമുക്ക് ഓൺലൈനായും ഓഫ്ലൈനായും എങ്ങനെ വേണമെങ്കിലും ഷോപ്പ് ചെയ്യാം. എന്നാൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ മൈക്ക് അഡാപ്റ്റർ കിട്ടി. നമുക്ക് മൈക്ക് സെറ്റാക്കണം എന്നാണ് ഇപ്പോൾ പ്രശ്നം. ഇനിയിപ്പം മൈക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് ബാക്കി പരിപാടി നടക്കും. ഓക്കെ, നമുക്കിനി അൺബോക്സിങ്. നമ്മൾ അൺബോക്സ് ചെയ്തിരിക്കുകയാണ് ഗൈസ് നമ്മുടെ സ്വന്തം മൈക്ക് അഡാപ്റ്റർ. മോനെ, ഈ ഒരു സാധനത്തിനാണ് 4200 രൂപ വില വരുന്നത്. ഓക്കെ, കാണാൻ ചെറുതാണെങ്കിലും ഇതിൻ്റെ ഫങ്ഷൻസ് അടിപൊളിയാണ്. പക്ഷേ ഗോപ്രോ നമ്മളോട് ചെയ്യുന്നൊരു ചതിയാണിത് ശരിക്കും. കാരണം ക്യാമറയ്ക്ക് പിന്നെ 10-30,000 രൂപ, 4200, 5000 രൂപ, 4000 രൂപ കൂട്ടിയാൽ മതി. 4000 രൂപയുടെ മുതലാണിത്. ഒന്നുമില്ല, ഇതിനകത്ത് മെയ്ഡ് ഇൻ ചൈന എന്നൊരു ബാഡ്ജിങ് കാണാം. പിന്നെ ഇവിടെ ഒരു ചാർജിങ് പോർട്ടുണ്ട്, അതുപോലെ ഇവിടെ ഒരു മൈക്ക് കണക്ട് ചെയ്യുന്ന പോർട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഗോപ്രോ എന്നുള്ള ബാഡ്ജിങ്, അതുപോലെ ഈ ഒരു കേബിളിൻ്റെ അറ്റത്തും ഗോപ്രോയുടെ ഒരു ബാഡ്ജിങ് കാണാം. ടൈപ്പ് സി ആണ്, നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഗോപ്രോയിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്കിനി കുറച്ച് സാധനങ്ങൾ വാങ്ങേണ്ടതായിട്ട് വരും നമ്മുടെ ഗോപ്രോ യൂസ് ചെയ്യാനായിട്ട്. കാരണം ഗോപ്രോയിൽ ഈ മൈക്ക് അഡാപ്റ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരാണ്ട്, പൊടി ഉള്ളിലേക്ക് കയറാൻ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിന് വേറെ തന്നെ സാധനങ്ങൾ വേറെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങിച്ചിട്ട് വേണം നമുക്കിത് ഉപയോഗിക്കാനായിട്ട്. പിന്നെ ഞാൻ ഇതുവരെയായിട്ട് മൈക്ക് അഡാപ്റ്റർ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യാനായിട്ട് പോവാണ്. ഇതിൻ്റെ ഫങ്ഷൻസ് എങ്ങനെയാണെന്നോ ഒന്നും അറിയില്ല. നമുക്കിനി ഒന്ന് വീട്ടിലെത്തിയിട്ട് ഞാനിതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരാം. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുട്ടിയിലേക്കാണ്. ഓക്കെ, അപ്പോൾ എന്തിനാണ് നമ്മൾ ഇരുട്ടിയിലേക്ക് പോകുന്നത് ചോദ്യമാണ്. എന്തിനാണ് നമ്മൾ ഇരുട്ടിയിലേക്ക് പോകുന്നത്? നമ്മളിപ്പോൾ ഇരുട്ടി പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ദിവസമല്ല, ഇന്ന് രാവിലെ, ഇന്ന് ഉത്രാട ദിനമാണ്, ഓണത്തിൻ്റെ തലേന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, രാവിലെ കണ്ണൂർ പോയിട്ടുണ്ടായിരുന്നു. കണ്ണൂർ പോയപ്പോൾ നമ്മളുടെ മൈക്ക് അഡാപ്റ്റർ അങ്ങോട്ട് വാങ്ങി. ഓക്കെ, അപ്പം മൈക്ക് അഡാപ്റ്റർ വാങ്ങിയപ്പോൾ ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണം, നമുക്ക് മൈക്ക് വേണം. ഇത് കണക്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് ആകെ നമ്മളുടെ കയ്യിലുള്ള ഒരു മൈക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബോയ BY-M1 എന്ന് പറയുന്നൊരു മൈക്കാണിത്. അപ്പോൾ ആ ഒരു മൈക്ക് നമുക്ക് ഹെൽമെറ്റിനകത്ത് യൂസ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. നമുക്കങ്ങനെ ഹെൽമെറ്റിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല അത്. അതുകൊണ്ട് നമ്മൾ എന്താക്കി, ആ മൈക്ക് ഉപയോഗിക്കാതെ പുതിയൊരു മൈക്ക് വാങ്ങാനായിട്ട് നമുക്ക് ഒരു 500 രൂപയിൽ താഴെയായിട്ട് നമുക്ക് മൈക്കൊക്കെ കിട്ടും. അപ്പം അങ്ങനെ നമ്മൾ മൈക്ക് വാങ്ങാനായിട്ട് എന്ത് എടുത്തു, ഈ കണ്ണൂരിൽ നിന്ന് തന്നെ അവിടെയുള്ള 1-2 കടകളിലെല്ലാം നോക്കി. പക്ഷേ സാധനം കിട്ടിയില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ക്യാമറയുടെ ചാർജ് തീർന്നു, ഓഫായിപ്പോയി. അങ്ങനെ അത് നമ്മൾക്ക് മുഴുവനായിട്ടും അങ്ങനെ ഒരു വ്ലോഗായിട്ട് ചെയ്യാൻ പറ്റില്ല. നടക്കുന്ന കുറച്ച് ഭാഗങ്ങൾ കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ ക്ഷമിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഓണത്തിൻ്റെ അന്ന്, അതായത് തിരുവോണത്തിൻ്റെ അന്ന് എന്തായാലും നമ്മൾ ഉത്രാടത്തിന് ഷോപ്പിങ്ങിന് പോയതിൽ കണ്ണൂർ മൈക്ക് വാങ്ങാൻ അഡാപ്റ്റർ വാങ്ങാൻ പോയ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഒരു വ്ലോഗായിട്ടുള്ള ഒരു ഡെയിലി ഒബ്സർവേഷനായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടാവും. നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിന് തൊട്ടടുത്ത ദിവസമായിട്ട് നമുക്ക് ഈ ഒരു മൈക്കിൻ്റെ റിവ്യൂ ചെയ്യാമെന്നൊരു ആഗ്രഹം ഉണ്ടാവും. നിലവിൽ മൈക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഒന്ന് നിങ്ങളൊരു ഷെയർ ചെയ്യാമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇന്ന് തന്നെ ഈ ഒരു മൈക്ക് വാങ്ങാനായിട്ട് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇനി അവിടെ ഒരു സംഗീത ഇലക്ട്രോണിക്സ് ഉണ്ട്, അവിടെ നമുക്ക് എത്തിയിട്ട് സംഭവം ചോദിച്ചു നോക്കിയിട്ട് അവിടെ ഉണ്ടോ ഇല്ലയെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ അവിടെ നമുക്ക് അന്വേഷിക്കാം വേറെ ഇവിടെ ഈ ഒരു ഇരിട്ടി ടൗണിൽ എവിടെയാണ് ഈ വക സാധനങ്ങൾ കിട്ടുന്ന കടയുള്ളതെന്നും നമുക്ക് അവിടെ നിന്ന് അന്വേഷിക്കാം. ഓക്കെ, ഇറങ്ങിയിട്ടുള്ളത് പക്ഷേ ലാബിലൊരു മൈക്ക് ഉണ്ടോ? മൈക്ക് ചെറിയ കോളറിനാൽ ഇറക്കി വെക്കുന്ന ടൈപ്പ് മൈക്കില്ലേ, ആ സാധനം ഉണ്ടോ? ഏതാ കമ്പനി അത്? 200 റുപ്യൻ്റെയാ? ഇതിൻ്റെ 3 പിന്നുള്ളിയുണ്ടോ? നീ 4 അവർ 3 നേരെ അതിന് അഡാപ്റ്റർ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടാവില്ല. അല്ല അങ്ങനല്ല, റിങ് 1, 2, 3, 4 4 കട്ടിങ് അല്ലേ? ഇത് ഫോണിൻ്റെ അകത്ത് എടുക്കും, പക്ഷേ ഈ ക്യാമറയിൽ എടുക്കില്ല. അതിന് അഡാപ്റ്റർ ആയിട്ടൊന്നും ഉണ്ടാവുക. ഇത് 3 പിന്നാണല്ലേ? ഓക്കെ, ഇതിനെത്രയാ? 150. ഇല്ല ഇതിന് കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഇതിന് മൈക്ക് കണക്ട് ചെയ്യുമ്പോൾ പ്രശ്നമാണ്. എല്ലാ സമയത്ത് കുഴപ്പമില്ല. വെള്ളത്തിൻ്റെ അടിയിൽ ഒരു 10 മീറ്റർ എല്ലാം വെള്ളത്തിൽ മുക്കി വെക്കാൻ പറ്റുന്ന സാധനം. ശരിയാണ്. ഓക്കെ, അപ്പോൾ 150 രൂപയുടെ ഒരു മൈക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഈ മൈക്ക് നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വീട്ടിലെത്തിയിട്ട് നമുക്ക് ചെയ്യാം. ഇതിനുള്ള ULANZI കേസ് സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ULANZI ഇല്ലാതെ നമുക്ക് എവിടെയെങ്കിലും ആയിട്ട് ഒട്ടിച്ചിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. നമുക്കിനി വണ്ടി വാട്ടർ വാഷ് ചെയ്യാനുള്ള ഒരു കട കണ്ടുപിടിക്കണം. നമുക്ക് എവിടെയെങ്കിലും ചോദിച്ചു വെക്കാൻ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള ആർക്കായിരുന്നൊരു ബോർഡ് കാണുന്നുണ്ട്. ഓക്കെ, എന്താണ് കടയുടെ പേര് കാണാതെ? ഐസ്മാർട്ട്. ഓക്കെ, ഐസ്മാർട്ട് എന്നാണ് കടയുടെ പേര്. ഇവിടെ എന്തായിരുന്നു അവസ്ഥ? വാഷിംഗ് ഉണ്ടോ? കാർ വാഷ് ചോദിച്ചു നോക്കാം. ഓക്കെ,
ഗംഭീര. അപ്പോൾ നമ്മൾ എല്ലാ ഷോപ്പിങ്ങുകളും കഴിഞ്ഞിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓക്കെ മച്ചന്മാർ നമ്മൾ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ മൈക്ക് അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ചുമ്മാ ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു കവർ നമുക്ക് വാങ്ങണം. ഉലാൻസിയുടെ ഒരു കവർ വരുന്നുണ്ട്, അത് വാങ്ങണം. ഈ ഒരു ഹോളിലെ ടൈപ്പ് കവർ അതില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ബാറ്ററി ഒരു ഡിസ്റ്റർബൻസ് ആണ്, ചിലപ്പോൾ ഊരിപ്പോവും. ഇനി അതല്ലെങ്കിൽ വാട്ടർ പ്രൂഫ്, എങ്ങനെയാലും വാട്ടർ പ്രൂഫ് ആവില്ല. എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാമറ വാട്ടർ പ്രൂഫ് അല്ല. ഓക്കെ അപ്പോൾ നമ്മുടെ മൈക്ക് അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഇതിലേക്ക് മൈക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ കാണുന്ന സി പോർട്ട് ഈ ഒരു അഡാപ്റ്റർ ചാർജ് ചെയ്യാനായിട്ടാണെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. ഈ ഒരു ബോക്സിനകത്തൊരു ചെറിയൊരു മാനുവൽ ഉണ്ടായിരുന്നു, അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ അപ്പോൾ മൈക്ക് ഓൾറെഡി കണക്റ്റഡ് ആണ്. വെറും സിമ്പിൾ ഒരു 150 രൂപയുടെ മൈക്കാണ്. ഓക്കെ ഇനി നമുക്ക് നേരെ ഇതിൻ്റെ സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ മുകളിൽ നിന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രിഫറൻസ് കാണും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എന്നിട്ട് ഓപ്ഷൻ കാണും. ഓക്കെ കാണുന്നുണ്ടല്ലോ, അത് എടുക്കുക. അതെടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അതിൻ്റെ ഓപ്ഷൻ കാണും. ഓഡിയോ ഇൻപുട്ടിൽ സ്റ്റാൻഡേർഡ് മൈക്ക് എന്ന് കാണുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഡിഫറൻസ് ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഏത് ടൈപ്പ് മൈക്കാണ് ഇവിടെ കണക്ട് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് സെറ്റിങ്സ്. ഐ മീൻ ഏത് തരത്തിലുള്ള ഓഡിയോ ഇൻപുട്ടാണ് വരുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചാണ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്തും ഇവിടെ ഇതുപോലെ ഡീറ്റെയിൽസ് ഉണ്ടാവും, അത് വായിച്ച് നോക്കിയാൽ മതി. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് സ്റ്റാൻഡേർഡ് മൈക്കാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ അപ്പോൾ സ്റ്റാൻഡേർഡ് മൈക്ക് കൊടുത്തിട്ട് വരുന്ന ഓഡിയോ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. ഹേ ഗൈസ്, നമ്മളിപ്പോൾ മൈക്കൊക്കെ വെച്ചു, അഡാപ്റ്റർ സെറ്റ് ചെയ്തു, ഒക്കെ റെക്കോർഡിംഗ് ആണ്. പിന്നെ ഇപ്പോൾ മൈക്ക് ഇരിക്കുന്നതിൻ്റെ ഹെൽമെറ്റിലാണ്. ഓക്കെ ഹെൽമെറ്റിനകത്ത് മൈക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു 150 രൂപയുടെ മൈക്കാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ ഞാൻ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് പാതി ഒരു 90% അടച്ചു വെച്ചേക്കാണ്. 90% അടച്ചിട്ട് ഒരു ചെറിയൊരു ഗ്യാപ്പ് മാത്രം വെച്ചിട്ടുണ്ട്, എയർ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ. അപ്പോൾ ഈ സമയത്ത് വിൻ നോയ്സ് ഉണ്ടോ, എങ്ങനെയാണ് ഓഡിയോ റെക്കോർഡ് ആകുന്നത് എന്നൊന്നും എനിക്കറിയില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ട്രയലാണിത്. മൈക്ക് അഡാപ്റ്ററും മൈക്കും ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ ഫസ്റ്റ് ട്രയൽ. അപ്പോൾ എത്രത്തോളം ഇതിൻ്റെ ക്വാളിറ്റി ഉണ്ടെന്നോ ഇനി ഒന്നും അറിയില്ല. ഇപ്പോൾ മൈക്ക് അഡാപ്റ്റർ വലിയ പൈസയുടെ വാങ്ങിയിട്ട് കാര്യമില്ല, മൈക്കും അതുപോലെ ഒന്ന് വാങ്ങിയാലേ നമുക്ക് നല്ലൊരു ഓഡിയോ ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഞാനിപ്പോൾ നിങ്ങൾക്ക് പറയാനായിട്ട് തോന്നുന്നു, ഈ ഒരു 150 രൂപയുടെ മൈക്ക് അഡാപ്റ്ററിനകത്ത് മൈക്കിനകത്ത് എത്രത്തോളം നിങ്ങൾക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് എന്നാണ് നമ്മളിപ്പോൾ ട്രൈ ചെയ്യുന്നത്, ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. ഓക്കെ അപ്പോൾ എന്തുണ്ട്, ഞാനിപ്പോൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം കിട്ടും. ഞാൻ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് മുഴുവനായിട്ട് അടക്കാം. ഓക്കെ ഞാൻ മുഴുവനായിട്ടും അടച്ചു. ഇപ്പോൾ ഞാനിപ്പോൾ ഫുള്ളായിട്ട് അടച്ചു വെച്ചേക്കാണ്. പിന്നെ മൈക്കുള്ളത് എൻ്റെ ഏകദേശം വായയുടെ അവിടെ തന്നെയാണ് ഉള്ളത്. ഓക്കെ അതുപോലെ ഞാൻ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ വായ അനക്കുന്ന സമയത്തും ഈ ഒരു കിരീരി നോയ്സ് വരുന്നുണ്ടോ എന്ന് അറിയില്ല. അതും വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടിരിക്കുമ്പോൾ മാത്രമേ എനിക്കും അറിയാൻ പറ്റത്തുള്ളൂ അങ്ങനെ നോയ്സ് വല്ലതും വരുന്നുണ്ടോ. ഓക്കെ അപ്പോൾ ഇത് ഞാനിപ്പോൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലിട്ടാണ് റെക്കോർഡ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ടൈം ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു മൈക്ക് വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നത്. എന്തായിട്ടുണ്ട് എങ്ങനെയായിട്ടുണ്ട് എന്നൊന്നും അറിയില്ല. നമുക്കിനി വീട്ടിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇതിപ്പോൾ ഞാനിപ്പോൾ മൈക്കിൻ്റെ റിവ്യൂ വീഡിയോ ആയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യണോ, ഇനി അതല്ല നമ്മളെ അഡാപ്റ്ററിൻ്റെ റിവ്യൂ ആയിട്ട് ചെയ്യണോ, ഇനി അതുമല്ല നമ്മുടെ ഡെയിലി ഒബ്സർവേഷൻ വീഡിയോ വ്ളോഗിനകത്ത് ഡെയിലി ഒബ്സർവേഷൻ വ്ളോഗ് വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തണോ എന്നൊന്നും ഉള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാനിതിപ്പോൾ എവിടെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണിച്ചു തരും എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് നിലവിൽ. നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ വന്നിട്ടുണ്ടായിരുന്നൊക്കെ ഒരു 50-60 സ്പീഡിലായിരുന്നു. വിൻ നോയ്സ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം മൈക്ക് അത്യാവശ്യം കാറ്റ് പിടിക്കുന്ന ഒരു സ്ഥലത്ത് തന്നെയാണുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കുറച്ചൊന്ന് സ്പീഡ് എടുക്കുകയാണ്. സ്പീഡ് എടുത്തിട്ട് നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്യാം. ഓക്കെ ഇപ്പോൾ 76 ആ ഒരു സ്പീഡാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ടോപ്പ് സ്പീഡായിട്ട്. ഓക്കെ ഇപ്പോൾ നമുക്കൊരു 80+ കയറി നോക്കാം. 78, 79, 80+, 83, 84 ഈ ഒരു സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രത്തോളം വിൻ നോയ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് നേരിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം എനിക്കിപ്പോൾ മനസ്സിലാവില്ല എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ലൈവായിട്ട് ഫീൽ ചെയ്യാം കറക്റ്റായിട്ടുള്ള ആ ഒരു വിൻ നോയ്സ്, വിൻഡിൻ്റെ എഫക്റ്റ് എല്ലാം. ഇനി നമുക്കൊന്നുകൂടി മൈക്ക് ഒന്ന് സ്ഥലം മാറ്റിയിട്ട് നമ്മളിപ്പോൾ വെച്ചിട്ടുള്ള സ്ഥലത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് സെയിം ടെസ്റ്റ് നടത്തി നോക്കാം. ഒരു 80 വരെയുള്ള സ്പീഡുകൾ കയറിയിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ നമ്മളിവിടെ വണ്ടി നിർത്തുകയാണ്. ഓഫായി പോയി. പിന്നെ ഞാൻ നിർത്തുകയാണ്. നിർത്തിയിട്ട് ഞാൻ മൈക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കട്ടെ. ഇപ്പോൾ കറക്റ്റിൻ്റെ വായയുടെ അകത്താണുള്ളത്. ഇനി അവിടെ നിന്ന് എടുത്തിട്ട് കുറച്ചൊന്ന് മുകളിലോട്ട് വെക്കട്ടെ. ഓക്കെ മറ്റേ നമ്മളിപ്പോൾ ഇങ്ങനെ വെച്ചിട്ടാണുള്ളത്. ഓക്കെ നമ്മുടെ മൈക്ക് അഡാപ്റ്റർ ഇവിടെ ചുമ്മാ വെച്ചേക്കാണ്, എവിടെയും ഫിക്സഡ് അല്ല.
പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ മൈക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. എൻ്റെ ഈ ഒരു വായയുടെ ഇവിടെയായിട്ടാണുള്ളത്. കറക്റ്റ് വായയുടെ അവിടെ തന്നെയാണ് മൈക്ക് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മളിനി അവിടെ നിന്ന് ആ മൈക്കിനെ എടുത്തിട്ട് കുറച്ചുകൂടി ഒന്ന് ഉയർത്തി വെക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ, നമ്മൾ ഈ ഒരു കണക്കിന് ഈ ഒരു ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ട് എന്ന്. ഓക്കെ, ഇതാണ് നമ്മുടെ മൈക്ക്, ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. ഇതിനകത്തിന് 100% വിന്നോയ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഗ്ലാസ് ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിന്നോയ്സ് വരും. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി ഗ്ലാസ് ഓപ്പൺ ചെയ്തിട്ടൊന്ന് ഒരു ടെസ്റ്റ് കൂടി ഇട്ട് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും ഗോപ്രോയിലോട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് എങ്ങനെയുണ്ട് നമ്മുടെ വോയിസ് എന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് കേൾക്കാം. പിന്നെ ഇപ്പം നിർത്തിയിട്ടേക്കാണ് നമ്മുടെ മൈക്ക് വെച്ചിട്ടുള്ളത്. ഏതാണ്ട് മൂക്കിൻ്റെ അവിടെയായിട്ട് വരും. ഇനി അതല്ലെങ്കിൽ നമ്മുടെ മീശയുടെ അവിടെയായിട്ടാണ് മൈക്ക് വെച്ചേക്കുന്നത്. പിന്നെ ഗ്ലാസ് ഓപ്പണാണ്. നമ്മൾ ഇവിടെ നിന്ന് ഒരു യൂ ടേൺ കൂടി എടുത്ത് ഇപ്പോൾ ഒരു സ്പീഡിങ്ങൊക്കെ കാണാം 30, പിന്നെ 48, 50. ഇപ്പോൾ ഗ്ലാസ് ഞാൻ പാതി താത്തു. ഓക്കെ, ഇപ്പോൾ ഒരു 50% ഗ്ലാസ് താത്തു. ഉള്ളിലേക്ക് എയർ എടുക്കുന്നുണ്ട്. 63 ആ ഒരു സ്പീഡ് എത്തിയിട്ടുണ്ട്. 60 സ്പീഡിൽ കൂടുതൽ എത്തിയിട്ടുണ്ട്. പിന്നെ നല്ല രീതിക്ക് തന്നെ ഹെൽമെറ്റിനകത്തേക്ക് കാറ്റ് കയറുന്നുണ്ട്. നിങ്ങൾക്കും അത് നന്നായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് ഫുള്ളായിട്ട് അടച്ചിട്ട് ഒന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് ഞാൻ ഫുള്ളായിട്ട് അടച്ചു. മൈക്കുള്ളത് പരമാവധി മുകൾ ഭാഗത്താണ്, അതായത് എൻ്റെ മൂക്കിൻ്റെ എവിടെയായിട്ടാണ് മൈക്കുള്ളത്. അപ്പോൾ നമ്മൾ നേരെ ഇനി ഒരു 80 ആ ഒരു സ്പീഡ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ മൈക്കിൻ്റെ ഒരു എഫിഷ്യൻസി ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ എത്രത്തോളം സൗണ്ട് ക്യാപ്ചർ ആവുന്നുണ്ട്, നോയ്സ് വരുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, നമ്മൾ നേരത്തെ ഏതാണ്ട് യൂ ടേൺ എടുത്ത അതേ സ്ഥലമാണിത്. ഇവിടുന്ന് തന്നെ നമുക്ക് വീണ്ടും ഒരു യൂ ടേൺ എടുക്കാം. ഇപ്പോൾ മൈക്ക് വെച്ചിട്ടുള്ള പൊസിഷൻ എൻ്റെ മൂക്കിൻ്റെ എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഇവിടുന്ന് യൂ ടേൺ എടുത്ത് നമുക്ക് ഒരു 80+ നമുക്കൊന്ന് കയറി നോക്കാം. ഓക്കെ, 30, 46, 50, 66. ഹിമാലയൻ. ഹൂ ഇസ് ദിസ്? കർണാടക വണ്ടിയാണ്, കർണാടക റൈഡർ ഫുൾ. നമുക്കിനി 80+ ടെസ്റ്റ് അടിക്കാം. 85, 90. ഈ സമയത്ത് എങ്ങനെ വിന്നോയ്സ് കാര്യങ്ങളൊക്കെ? എനിക്കിപ്പോൾ നല്ല രീതിക്ക് വിന്നോയ്സ് കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു മൈക്കിലൂടെ എങ്ങനെ വിന്നോയ്സ് വരുന്നുണ്ടെന്ന് അറിയില്ല. അതാണ് ഞാൻ ജസ്റ്റ് ചോദിച്ചത് നിങ്ങൾക്ക് എങ്ങനെയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ടെസ്റ്റിംഗ് വീഡിയോ. നമ്മുടെ വോയിസ് ടെസ്റ്റിംഗ് വീഡിയോ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ. നമുക്കിനി ജസ്റ്റ് ഞാൻ ആ മൈക്കൊന്ന് ഡിസ്കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, മൈക്ക് ഞാൻ ഡിസ്കണക്ട് ചെയ്യാണ്. മൈക്ക് കണക്ട് ചെയ്തു. എവിടെ എൻ്റെ പമ്പ്? എങ്ങനെ കേട്ടില്ല, നിർത്തറോ? എന്തിൻ്റെ? ഷെല്ലിൻ്റെത് ഉണ്ടാവില്ല. ഇവിടെ SR പറഞ്ഞ് ഇരുട്ടിക്കൊന്നുണ്ട്. പിന്നെ ഷെല്ല് എന്ന് പറയുന്ന കമ്പനിയുടെ ഇവിടെ എവിടെ വീട്ടില്ല, കിട്ടില്ല. ഇന്ത്യൻ ഓയിലും HP ഒക്കെ കിട്ടും. കണ്ണൂർ ഡൗട്ടാണ്. ഗൂഗിൾ ചെയ്ത് നോക്കി എന്താ കാണിക്കുന്നത്? ഇവിടെ എവിടെയെങ്കിലും ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ടോ? ചാൻസ് കുറവാണ്. എൻ്റെ അറിവിൽ ഈ ഒരു സറൗണ്ടിൽ എവിടെയും വരുന്നില്ല, ഷെല്ലിൻ്റെതില്ല. ശരി, ഓക്കെ. വീട്ടിലെത്തിയിട്ട് അവിടെ നിന്ന് നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം, ബാക്കി കാഴ്ചകൾ കാണാം. വേറെ ഒന്നും പ്രത്യേകിച്ചിട്ടില്ല. നമുക്ക് ഈ ഒരു വീഡിയോയുടെ ബാക്കി നമുക്ക് വീട്ടിലെത്തിയിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ മച്ചന്മാരെ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഫോൺ കൂടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. ഫോൺ കൂടി അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി ലെവലൊക്കെ വേറെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ നമുക്കിനി മുന്നോട്ടേക്ക് വീഡിയോ നമുക്കൊരു നല്ല നിലയിലേക്ക് എത്തിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.